ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ചെയ്താലോ? കരിയാപ്പ് എങ്ങനെ ഇളക്കി വെക്കുമെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രോത്തോടു കൂടി വളരാനും നല്ല യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ അടിക്കൂടെ വെള്ളമെല്ലാം ചോർന്ന് ഇറങ്ങിപ്പോകും. നമ്മൾ കരിയിലയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് കരിയിലയിൽ വെച്ച ഒരു കരിയാപ്പ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് കിളിക്കും. ആ കരിയാപ്പ് കണ്ടോ, നല്ല അടിപൊളിയായിട്ടാണ് കിളിച്ച് വരുന്നത്. അതുപോലെ നല്ല കരിയിലയിൽ വെച്ചാൽ നല്ല സൂപ്പറായിട്ട് കിളിച്ച് വരും. ഇതെങ്ങനെയാണ് നടുന്നതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആദ്യമേ ഞാൻ ഇതിനകത്തേക്ക് പഴയ രീതി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. എത്രയും കരിയില നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഈ കരിയിലെല്ലാം പൊടിഞ്ഞിട്ട് നല്ലൊരു വളവായിട്ടങ്ങ് മാറും. പിന്നെ ലാസ്റ്റ് നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനും ഒക്കെ നല്ല വെയിറ്റ് എന്ന് പറഞ്ഞതേ കാണത്തില്ല. വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എളുപ്പം അത് പിടിച്ചെടുക്കും. മറ്റേ മണ്ണാകുമ്പം ഭയങ്കര പാടാണ്. ലേശം മണ്ണേ നമ്മൾ ഇട്ട് കൊടുക്കുള്ളൂ. ഇത് നമ്മളിങ്ങനെ കരിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിളിക്കുകയും ചെയ്യും, വേര് ഓടുകയും ചെയ്യും. നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാം. അതുപോലെ നമുക്ക് വീണ്ടും ഇച്ചിരി മണ്ണും വളവും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുമ്പം ഇത് നിറയത്തൊന്നുമില്ല. അന്നേരവും വെയിറ്റ് കുറവായിരിക്കും. കാരണം നമ്മൾ ഇച്ചിരി ചില ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള ഇതേ ആകത്തുള്ളൂ, വെയിറ്റേ വരത്തുള്ളൂ. ലേശം മണ്ണല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനിയും കുറച്ചുകൂടി ഇട്ട് കൊടുക്കും. ഇതെല്ലാം അങ്ങ് പൊടിഞ്ഞിട്ട് നല്ല കരിയാപ്പിനൊരു വളമായിട്ട് മാറും. നല്ല അടിപൊളിയായിട്ട് കിളിച്ച് കയറും. നല്ല എന്താ ഇത്രയും കരിയിലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് ലേശം മണ്ണിട്ട് കൊടുക്കും. ലേശം മണ്ണിട്ട് കൊടുത്തിട്ട് ഇതെന്താണെന്നറിയാം, കോഴിക്കാഷ്ടം. കരിയാപ്പിന് ഏറ്റവും നല്ലൊരു വളമാണ് കോഴിക്കാഷ്ടം. നല്ല സൂപ്പർ ഒരു വളമാണ് കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ കരിയാപ്പ ഇളക്കി വെക്കാൻ കണ്ട ഇത് ഇതുപോലെ കരിയിലേക്കകത്ത് വെച്ചതായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിനകത്തേക്ക് കരിയിലെല്ലാം പൊടിഞ്ഞ് ഒരു മണ്ണായിട്ട് മാറിയേക്കുന്നതാണ്. ഞാനിപ്പോൾ ഇളക്കി കളക്കും. കണ്ട മണ്ണായിട്ട് മാറി. എൻ്റെ ചുറ്റി ഒരു പ്ലാവും തൈ വെച്ച് അത് വേണ്ട, ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്ത് ഇങ്ങനെ അമക്കി കൊടുക്കണം. അമക്കി നൂത്ത് വെച്ചിട്ട് നമ്മൾ ലേശം മണ്ണും കൊടുത്ത് കൊടുക്കും. എന്നിട്ട് ഇതിന് വെയിറ്റ് എന്ന് പറഞ്ഞതേ കാണത്തില്ല. എന്നിട്ട് നമുക്ക് ലേശം കോഴിക്കാഷ്ടവും കൂടെ സൈഡ് വഴി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ അടുത്തോട്ട് കയറ്റി ഇങ്ങനെ ഇട്ട് കൊടുക്കരുത്. അടുത്തോട്ട് കയറ്റിയിട്ട് കൊടുത്താൽ ഈ കോഴിക്കാഷ്ടത്തിന് ഭയങ്കര ചൂടുള്ള ഒരു വളമായത്. നമ്മൾ നല്ലോണം തണുക്കുകയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ ഇതിൻ്റെ ചെവിട്ടി കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൂരെ കൂട്ടി, അത് കോഴിക്കാഷ്ടം ഏതിനിട്ട് കൊടുത്താലും ദൂരെ കൂട്ടി ഇട്ട് കൊടുക്കാവുള്ളൂ. ഇപ്പം ദൂരെ കൂട്ടി എടുക്കുമ്പോൾ ഇതിന് ചൂട് വലുതായിട്ട് അടിക്കത്തില്ല. നമ്മൾ വെള്ളം ഒഴിക്കുന്ന അനുസരിച്ച് ഇവർ ചെറുതായിട്ട് വലിച്ചെടുക്കത്തേ ഉള്ളൂ. ആ സമയം നമ്മൾ അടുത്ത് കൊണ്ടിടുമ്പോൾ ഇതിന് ചൂടടിച്ചിട്ട് ഈ തണ്ടെല്ലാം അങ്ങോട്ട് പഴുക്കാൻ തുടങ്ങും. പഴുത്ത് അതങ്ങ് അളിഞ്ഞു പോകും. ഇത് കണ്ടോ, ആർക്ക് വേണേലും എവിടെ ടെറസിൻ്റെ മുകളിലോ എവിടെ വേണേലും കൊണ്ടുപോകാം. നമുക്ക് ഈസി ആയിട്ട് മക്കൾക്കും എല്ലാം ആർക്ക് വേണേലും എടുത്തുകൊണ്ട് പോകാം. അതുപോലുള്ള വെയിറ്റ് മാത്രമേ ഉള്ളൂ. ഇതതുപോലെ ഞാൻ ഇതിനകത്ത് ഞാൻ കരിയില വാരി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ലേശം മണ്ണോട്ട് വെച്ച് ആ കരിയിലെല്ലാം പൊടിഞ്ഞിട്ട് അത് മണ്ണായിട്ട് മാറും. ഇതുപോലെ വേണം നിങ്ങൾ. അതുപോലെ നമ്മൾ ഈ കരിയാപ്പും തൈ വെക്കുമ്പം നമുക്ക് ഈ ചുമന്ന മണ്ണുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഗ്രാവൽ ഇറക്കിക്കൊണ്ട് ഇച്ചിരി ചുമല മണ്ണാണ് എടുത്ത് തരുന്നത്. അപ്പോൾ ചുമല മണ്ണാണ് ഏറ്റവും നല്ലത് കരിയാപ്പിന്. നല്ല അടിപൊളിയായിട്ട് ഗ്രോത്തോടു കൂടി വളരും. അപ്പോൾ ഇതാണ് എൻ്റെ കരിയാപ്പിൻ്റെ വീഡിയോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം ഇതുപോലെ കരിയാപ്പ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള കരിയാപ്പില കിട്ടും. നമുക്ക് വിഷമുള്ള കരിയാപ്പിലയൊന്നും കഴിക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റിൽ കൂടെ അറിയിക്കുക. ഇങ്ങനെ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് മാത്രം എന്നോട് കമൻറ്റിൽ കൂടെ പറയുക. അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എൻ്റെ വക ടാറ്റാ.